بسم الله الرحمن الرحيم. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون قل سيروا في الأرض فانظروا كيف كان عاقبة الذين من قبل كان أكثرهم മുശ്രികീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1357 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 41-42 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون قل سيروا في الأرض فانظروا كيف كان عاقبة الذين من قبل كان أكثرهم مشركين صدق الله العلي العظيم. സൂറത്തുർ റൂമിലെ 41-42 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നതും നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകിയിരിക്കുന്നതും നിങ്ങളെ മരിപ്പിക്കുന്നതും പിന്നീട് നിങ്ങളെ ജീവിപ്പിക്കുന്നതും ഇതൊക്കെയും ചെയ്യുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ ശുറക്കാ ആയി കാണുന്ന ഒരാളും തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. നിങ്ങൾ പങ്കാളികളെ ചേർക്കുന്ന അല്ലാഹുവിനോടൊപ്പം ദിവ്യത്വമുള്ള മറ്റു പലരുമുണ്ട് എന്ന വിധത്തില് നിങ്ങൾ പരിഗണിക്കുന്ന ആ നടപടിയെക്കാളൊക്കെ എത്രയോ ഉപരിയാണ്. അങ്ങനെയുള്ള യാതൊരു കളങ്കവും ഏശാത്തവനാണ്, പൂർണ്ണതയും എല്ലാ നിലക്കുമുള്ള പെർഫെക്ഷനും ഉള്ളവനാണ് അല്ലാഹു എന്ന കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തിൽ അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ ഒരു ആയത്തിലൂടെ സൂറത്തുർ റൂമിലെ മുഖ്യ പ്രതിപാദ്യമായ അല്ലാഹുവിന്റെ ഏകത്വവും അതുപോലെ പാരത്രിക ജീവിതം എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസവും ഒക്കെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലമായിട്ടുള്ള അതിന്റെ തുടക്കത്തില് പരാമർശിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ ഓർമ്മയിലുണ്ടാവും. ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ അല്ലാഹു പരാമർശിക്കുകയാണ്. ظهر الفساد في البر والبحر. കരയിലും കടലിലും വിനാശം പ്രകടമായിരിക്കുന്നു, വിനാശം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ കാര്യമാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ബർറിലും ബഹറിലും, കരയിലും കടലിലും ഒരുപോലെ വിനാശമുണ്ടായിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. വിനാശം പ്രകടമായിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ വ്യാപകമായ നാശത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ.
ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണമായി, മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ച കാരണമായിട്ടാണ് പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്തെങ്കിലും സ്വാഭാവികതയുടെ ഫലമായിട്ടല്ല, മറിച്ച് മനുഷ്യര് തത്വദീക്ഷയില്ലാതെ, ധർമ്മബോധമില്ലാതെ, മാർഗദർശന ബോധമില്ലാതെ പ്രവർത്തിച്ചത് കാരണമായിട്ട് വലിയ വിനാശം ഉണ്ടായിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ചരിത്രത്തിലുടനീളം മനുഷ്യര് പല വിധത്തിലുള്ള സംഘർഷങ്ങളിലും സംഘടനകളിലൊക്കെ ഏർപ്പെടാറുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാന കാരണവും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ ഇവിടെ അതിലേക്ക് ചില സൂചനകൾ നൽകുന്നുണ്ട്. വളരെ സ്വച്ഛന്തമായ, വളരെ ശാന്തമായ, വളരെ മനുഷ്യജീവിതത്തിന് ഏറ്റവും അഭികാമ്യമായ അവസ്ഥയാണ് ഭൂമുഖത്ത് അള്ളാഹു ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ എന്ന് കാണാൻ സാധിക്കും. എന്നാൽ മനുഷ്യരതില് ധർമ്മബോധവും തത്വദീക്ഷയും ഒന്നുമില്ലാത്ത വിധത്തില് പല നടപടികളും ചെയ്തുകൊണ്ട് അവിടെ വിനാശങ്ങൾ വിതയ്ക്കുന്ന, വലിയ കുഴപ്പങ്ങൾക്ക് ഹേതു ഉണ്ടാക്കിയിടുന്നത് നമുക്ക് നിരന്തരം കാണാൻ കഴിയും. ഈ സൂറത്തിന്റെ അവതരണത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പേർഷ്യ റോമന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ കടന്നുകയറ്റം നടത്തുകയും വലിയ വിനാശങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. റോമിന് വലിയ തിരിച്ചടി ഉണ്ടായി. വിശാലമായ ആ മധ്യ പൗരസ്ത്യ ഭൂപ്രദേശത്ത് യുദ്ധ സാഹചര്യം ഉണ്ടായി വന്നതിനെ തുടർന്ന് ജീവിതം വളരെ ദുസ്സഹമാവുന്ന അവസ്ഥകളൊക്കെ സംജാതമാവുകയാണ്. രണ്ട് വൻ ശക്തികൾ തമ്മിൽ നടക്കുന്ന ഒരു ഏറ്റുമുട്ടലാണിത്. സ്വാഭാവികമായിട്ടും അവരുടെ നിയന്ത്രണത്തിലുള്ള ഭൂപ്രദേശങ്ങളിലൊക്കെയും തന്നെ അതിന്റെ അനുരണനങ്ങൾ അനുഭവപ്പെടും. മനുഷ്യജീവിതം വളരെ ദുസ്സഹമാവുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. സാധനങ്ങൾക്ക് വിലക്കയറ്റുണ്ടാകും. മനുഷ്യജീവൻ അരക്ഷിതമായ അവസ്ഥയിലാകും. സ്ത്രീകളും കുട്ടികളും സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥയിലാവും. പലർക്കും അവരുടെ വീടുകളും അതുപോലെ ജീവിതോപാധിയും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. കൂടാതെ തന്നെ പ്രകൃതിപരമായ പല ദുരന്തങ്ങളും അതിന്റെ ഫലമായിട്ട് ഉണ്ടാവാനിടയുണ്ട്. വലിയ യുദ്ധങ്ങൾ പിൽക്കാലത്ത് നടന്നത് പലതും നമുക്കറിയാം. ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്ന ലോകയുദ്ധങ്ങൾ ലോകത്തിന്റെ ഗതി തന്നെ തിരിച്ചുവിട്ടിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള വിനാശകരമായ അവസ്ഥകൾ സംജാതമാകുന്നത് മനുഷ്യകരങ്ങളുടെ തെറ്റായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ് എന്നതാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ്. പ്രത്യക്ഷത്തിൽ ഈ സൂറത്തിന്റെ അവതരണവുമായി ബന്ധമുള്ള പേർഷ്യൻ റോമ സാമ്രാജ്യങ്ങളുടെ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ അവര് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്ന ആ സംഭവ വികാസങ്ങൾ അതിലേക്കാണ് സൂചന എങ്കിലും വിശാലമായ അർത്ഥസാധ്യതകളും വ്യാഖ്യാന സാധ്യതകളും ഒക്കെയുള്ള ഒരായത്താണ് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുർ റൂമിലെ ഈ 41-ാമത്തെ ആയത്ത്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തനം കാരണമായിട്ട് ഭൂമുഖത്തും അതുപോലെ
കരയിലും കടലിലും ഒരുപോലെ വലിയ വിനാശം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ വിനാശം പ്രകടമായിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. തത്വദീക്ഷയില്ലാത്ത മനുഷ്യന്റെ പ്രകൃതിയിലുള്ള ഇടപെടലുകൾ, പ്രാപഞ്ചിക സംവിധാനങ്ങളെ താറുമാറാക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ, യുദ്ധകാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടല്ലാതെയും പലപ്പോഴും സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തില് പ്രകൃതിയിലുള്ള വളരെ വ്യാപകമായ ഇടപെടൽ മനുഷ്യന് അത് കരയിലുണ്ട്, കടലിലുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പർവ്വതങ്ങള് പലതും വെട്ടി നിരത്തി വികസനത്തിന്റെ പേരിൽ വലിയ വിനാശങ്ങള് മനുഷ്യരുണ്ടാക്കുന്നുണ്ട്. അതുപോലെ കടലിലും വിനോദത്തിന്റെയും ടൂറിസത്തിന്റെയും ഒക്കെ പേരില് അത്തരം സംഗതികള് കൂടി മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വ്യാപകമായ തോതില് അത്തരം സാധ്യതകളെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയില് മനുഷ്യൻ പ്രകൃതിയെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്ത് പ്രയോജനപ്പെടുത്തുക എന്ന നിലക്ക് മനുഷ്യൻ നടപ്പിലാക്കുന്ന പല പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതത്വം തന്നെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ളതായി മാറുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. നമ്മുടെ ജലാശയങ്ങളിലേറെയും തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറയുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഭരണകൂടങ്ങൾ അതിനെതിരെയുള്ള നടപടികളൊക്കെ എടുക്കാറുണ്ടെങ്കിൽ പോലും പരിസ്ഥിതി വളരെ വ്യാപകമായ തോതില് പാരിസ്ഥിതികമായ വിനാശങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തില് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നതും, അതുപോലെ പരിസര മലിനീകരണം വ്യാപകമായ തോതിൽ ഉണ്ടാവുന്നതൊക്കെ മനുഷ്യന്റെ മാത്രം നടപടികൾ കാരണമായിട്ടുള്ളതാണ്. മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളൊക്കെയും മനുഷ്യരെക്കാളും എണ്ണം ഇവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവരാരും തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ഇടപെടലൊന്നും നടത്തുന്നില്ല. അവയ്ക്ക് വേണ്ട സംഗതികൾ, വിഭവങ്ങൾ കൺസ്യൂം ചെയ്ത് അവരങ്ങനെ പോകുന്നു എന്നതല്ലാതെ പ്രകൃതിയെ നാശകരമായ വിധത്തിൽ ബാധിക്കുന്ന നടപടികളിലൊന്നും ജീവജാലങ്ങളും പക്ഷികളും മൃഗങ്ങളും അതുപോലെയുള്ള സംഗതികളൊന്നും ഇടപെടുന്നില്ല എന്നത് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും പ്രകൃതിയെ, മണ്ണിനെ കൂടുതൽ ഫലവത്താക്കുന്ന വിധത്തില് ഉള്ള ഇടപെടലുകളാണ് ജീവജാലങ്ങൾ ചെയ്യുന്നത് എന്നതും കാണാൻ കഴിയും. എന്നാൽ പാരിസ്ഥിതികമായ വല്ലാത്ത വിനാശമുണ്ടാക്കുന്ന വിധത്തിലാണ് മനുഷ്യന്റെ ഇടപെടലുകൾ പലപ്പോഴും ഉള്ളത്. ശരിയായ ജീവിത ദർശനം ഉൾക്കൊള്ളാതെ പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിനെ തിരിച്ചറിയാതെ മനുഷ്യ ജീവിതത്തിന്റെ ദൗത്യവും താല്പര്യവും എന്താണെന്ന് മനസ്സിലാക്കാതെ ഭൂമുഖത്ത് ദൈവിക പ്രതിനിധി എന്ന നിലക്കുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കാര്യങ്ങളെ നിർവഹിക്കുന്നതിനുള്ള ശ്രദ്ധ കാണിക്കാതെ മനുഷ്യൻ നടത്തുന്ന ഇടപെടലുകളൊക്കെയും തന്നെ വിനാശം വിതക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയില് അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടാണ് താൻ നിയോഗിക്കപ്പെട്ടത്. തന്റെ ഓരോ ചെയ്തിയും വിചാരണ ചെയ്യപ്പെടുന്നതാണ്. താൻ ചെയ്യുന്ന ഓരോ സംഗതിക്കും പാലിക്കപ്പെടേണ്ട, പിന്തുടരേണ്ട ഒരു ധർമ്മക്രമമുണ്ട്, നിയമവ്യവസ്ഥയുണ്ട് എന്ന ബോധമില്ലാതെ മനുഷ്യൻ പലപ്പോഴും നടത്തുന്ന ഇടപെടലുകൾ
പ്രകൃതിയെ തന്നെ നശിപ്പിക്കുന്ന, കരയിലും കടലിലും വിനാശം വിതക്കുന്ന വിധത്തിലുള്ളതായി മാറുന്നത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഓയിൽ ടാങ്കറുകൾ തകർത്തുകൊണ്ട് കടലില് എണ്ണ വളരെ വലിയ അളവിൽ ചിന്തുകയും അത് കാരണമായി കടലിലെ ജൈവസമ്പത്ത് വലിയ അളവിൽ നശിച്ചു പോവുകയും ചെയ്ത സംഭവങ്ങൾ സമീപകാലത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. യുദ്ധസന്ദർഭങ്ങളിൽ അത്തരം വിനാശങ്ങള് പാരിസ്ഥിതികമായ സന്തുലിതത്വത്തെ തകർക്കുന്ന വിധത്തില് കരയും കടലും വാസയോഗ്യമല്ലാതെയാക്കി മാറ്റുന്ന വിധത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇക്കാര്യങ്ങൾ ഇതിന്റെ സാമൂഹ്യവും സാമ്പത്തികവും ഒക്കെയായ തലങ്ങൾ വേറെയുമുണ്ട്. ഞാൻ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ കരയിലും കടലിലും മനുഷ്യർ കാരണമായി ഉണ്ടാകുന്ന വിനാശങ്ങളില് സാമൂഹ്യമായ വിനാശം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത, നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികള് കടലിൽ തള്ളപ്പെട്ടിരിക്കുന്നു. വലിയ അളവില് വലിയ എണ്ണം ആളുകള് കടലിൽ തള്ളപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നമ്മുടെ രാജ്യത്തെ ഒരു റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഒരു സുഹൃത്ത് അയച്ചൊരു സന്ദേശത്തിൽ കാണുന്നത്, റോഹിംഗ്യൻ അഭയാർത്ഥികൾ അവിടങ്ങളിൽ വല്ലാത്ത ഭീതിയുടെ നിഴലിലാണ്, അല്ലെങ്കിൽ ഭീതിയുടെ പിടുത്തത്തിലാണ് കഴിയുന്നത്. പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട്, പല സംഗതികളും പറഞ്ഞുകൊണ്ട് പലരെയും വിളിച്ചുകൊണ്ട് പോവുകയും പിന്നീട് അവര് എവിടെ പോയി എന്ന് പോലും അറിയാൻ കഴിയാത്ത വിധത്തില് അപ്രത്യക്ഷരാവുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺമുന്നിൽ അരങ്ങേറുന്നുണ്ട്. പലരെയും പിടിച്ചുകൊണ്ടുപോയി കടലിൽ തള്ളുന്ന സംഗതികളാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ആഗോളതലത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരും ന്യൂസ് ഏജൻസീസും ഒക്കെ വെളിപ്പെടുത്തുന്ന കാര്യം. അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ കോടതി പോലും അക്കാര്യത്തിൽ വേണ്ട ജാഗ്രത കാണിക്കാത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ കടുത്ത സ്വാർത്ഥതയിൽ നിന്നാണ് യഥാർത്ഥത്തില് ഇങ്ങനെയൊക്കെയുള്ള ഒരു നിലപാട് വരുന്നത്. നമ്മുടെ നാട്ടുകാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് താമസിക്കുന്നുണ്ട്. ഭൂമി ഏതെങ്കിലും പ്രദേശത്ത് ജനിച്ച ആളുകൾക്ക് പടച്ച തമ്പുരാൻ തീരെഴുതി കൊടുത്തൊരു സംഗതിയൊന്നുമല്ല. ഭൂമുഖത്ത് ജനിച്ച മുഴുവൻ പേർക്കും ജീവിക്കാനുള്ള അവകാശം പ്രകൃതിപരമായി ജന്മപരമായി തന്നെ നൽകപ്പെട്ടിട്ടുള്ളതാണ്. അതിർവരമ്പുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടി ഓടിക്കുന്നതും അകറ്റി നിർത്തുന്നതും കടലിൽ തള്ളുന്നതും ഒക്കെ മനുഷ്യ മനസ്സുകള് തത്വദീക്ഷയും ധർമ്മബോധവും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ വളരെ പ്രത്യക്ഷമായ സാമൂഹ്യ വിപത്ത് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ സാമ്പത്തിക വിപത്തും അതേപോലെയുള്ള പല തലങ്ങളിലുള്ള വിനാശങ്ങളുമൊക്കെ മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണമായി ഉണ്ടാവുന്നത് സൂക്ഷ്മമായിട്ട് വിഷയത്തെ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് അഭയാർത്ഥി പ്രവാഹം കാരണമായുള്ള പ്രശ്നം. അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്ന വിധത്തിൽ സങ്കീർണമായ ജീവിത സാഹചര്യം ഓരോ പ്രദേശത്തുണ്ടാക്കുന്നത് ഏറ്റവും അപകടകരമായ, ഏറ്റവും ദ്രോഹകരമായ ഒരു കാര്യമാണ്. സുരക്ഷിതത്വത്തിനു വേണ്ടി മനുഷ്യര് അവര് നിലകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുന്നതും അവിടങ്ങളില് സമാധാനപരമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒക്കെ
തടയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിനാശം അതേപോലെയൊക്കെ തന്നെ ഉള്ള വിനാശമാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോ പേർഷ്യൻ അതുപോലെ റോമ രാഷ്ട്രങ്ങളുടെ ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ആ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തില് മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്ത് രൂപപ്പെട്ട വിനാശകരമായ സാഹചര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് കാര്യം പറയുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും തത്വദീക്ഷയില്ലാതെ, ധർമ്മബോധമില്ലാതെ, ദൈവബോധമില്ലാതെ, ജീവിത മാർഗദർശനം ഉൾക്കൊള്ളാതെ മനുഷ്യർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് ഭൂമുഖത്ത് കരയിലും കടലിലും ഒരുപോലെ വിനാശം പ്രകടമായി വന്നിരിക്കുന്നു എന്ന കാര്യമാണ് അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൻ നാസ്. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണമായിട്ട്. ഈ മനുഷ്യന്റെ കൈകള് എന്ന ഖുർആന്റെ പ്രയോഗം വളരെയേറെ ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് നന്മ ചെയ്യാൻ മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്ക് വേണ്ടി പോലും ഒരുപാട് ഇടപെടലുകൾ നടത്താൻ മനുഷ്യനെ സഹായിക്കുന്നത് അവന്റെ കൈകളാണ്. മനുഷ്യന് ആ വിധത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന കൈകൾ ഉള്ളത് കൊണ്ടാണ് ജീവജാലങ്ങൾക്ക് കൂടുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതും അവയെ കെട്ടിയിടാൻ കഴിയുന്നതും അവർക്ക് ഇലകള് പറിച്ചു കൊടുക്കാൻ കഴിയുന്നതും ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാൻ കഴിയുന്നതും ഉൾപ്പെടെയുള്ള ഒരുപാട് സംഗതികൾ. അങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത കൈകളാണ്, അല്ലെങ്കിൽ കൈകളെ ഇല്ലാത്ത ജീവികളാണ് ബാക്കിയെല്ലാം തന്നെ എന്ന് കാണാൻ കഴിയും. എന്നാൽ മനുഷ്യന് ഒരുപാട് സാധ്യതകളാണ് മനുഷ്യന്റെ പ്രത്യേകമായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള കൈകൾ കൊണ്ടുള്ളത്. എന്നാൽ ഇതേ കൈകള് തത്വദീക്ഷയോ ധർമ്മബോധമോ നിയമവ്യവസ്ഥയോ ഒന്നും പാലിക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കുമ്പോ, എന്ന് പറഞ്ഞാൽ ചുരുക്കത്തില് സ്രഷ്ടാവായ റബ്ബിനെ തിരിച്ചറിയാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോ അത് വലിയ വിനാശമാണ് ഭൂമുഖത്തുണ്ടാക്കുക എന്നതാണ് യാഥാർത്ഥ്യം. എന്തിനാണ് ഈ വിനാശം ഉണ്ടാവുന്നത്? ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അള്ളാഹു ദുർബലനായി പോയി മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് ഭൂമിയില് കരയിലും കടലിലും വിനാശം പ്രകടമായതോടെ അള്ളാഹു തോറ്റുപോയി എന്നൊരു ധാരണ ആർക്കും വേണ്ട. ഈ വിനാശം ഉണ്ടാകുന്നതിലും അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്നതിന്റെ പിന്നിലും ദൈവികമായ ചില പദ്ധതികളുണ്ട്. മനുഷ്യനങ്ങനെ ദുരന്തം വരുത്തി വെക്കും എന്നത് കാരണമായി ആ ഒരു സംഭവത്തിലൂടെ എന്തിനാണത്? ലിയുദീഖഹും ബഅദല്ലദീ അമിലു, ലിയുദീഖഹും അവർക്ക് രുചിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ബഅദല്ലദീ അമിലു അവരുടെ പ്രവർത്തനങ്ങളിലെ ചിലതിന്റെ അനന്തരഫലങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ച കാരണമായി കരയിലും കടലിലും വിനാശം ഉണ്ടാകുന്നത് മനുഷ്യനൊരു പാഠമായി മാറുന്നതിന് വേണ്ടി ആണ് പടച്ചതമ്പുരാൻ ആ വിധത്തില് ആസൂത്രണം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ലിയുദീഖഹും അവര് രുചിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ബഅദല്ലദീ അമിലു അവരുടെ ചില പ്രവർത്തനങ്ങളുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നത് അവര് സ്വയം രുചിച്ചറിയട്ടെ എന്നുള്ള നിലക്ക് കൂടിയാണ് ഇങ്ങനെ കരയിലും കടലിലും വിനാശം വ്യാപിക്കാൻ അള്ളാഹു അവസരം തുറന്നു കൊടുത്തിട്ടുള്ളത്. ലഅല്ലഹും യർജിഊൻ അവര് തിരികെ വന്നെങ്കിലോ എന്ന നിലക്ക് ശരിയായ ബോധത്തിലേക്കും ഉത്ബുദ്ധതയിലേക്കും പ്രപഞ്ച സ്രഷ്ടാവിനെ തിരിച്ചറിയുന്നതിലേക്കും
അവന്റെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഭൂമുഖത്ത് സമാധാനപരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിലേക്കുമൊക്കെ അവര് തിരിച്ചു വന്നെങ്കിലും അതിനുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത്തരം വിനാശങ്ങള് ഉണ്ടാകുന്ന അതിന്റെ രുചി അവരറിയാൻ അള്ളാഹു സാഹചര്യം ഒരുക്കുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. മനുഷ്യന്റെ കരങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ചില തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അതിലും അള്ളാഹു ഗുണപരമായ ഒരു കാര്യം വെച്ചിരിക്കുകയാണ്. മനുഷ്യൻ അതിൽ നിന്ന് ആ ദുരിതം തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ രുചിച്ചറിഞ്ഞതിന്റെ പേരിൽ അതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ സത്യബോധത്തിലേക്കും ദൈവബോധത്തിലേക്കും ഒക്കെ തിരിച്ചു വരികയും മനുഷ്യൻ സന്മാർഗബോധമുള്ളവനായി മാറുകയും ചെയ്തെങ്കിലോ എന്നതാണ് അതിന്റെ താല്പര്യമായിട്ട് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ്, ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, ജനങ്ങളോടായിട്ട് പറഞ്ഞോളൂ, സിറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ, ഫൻദുറൂ, എന്നിട്ട് നിങ്ങൾ നോക്കി കാണുക, മനസ്സിലാക്കുക, കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ൽ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നത് നോക്കിക്കാണുക, കണ്ടു മനസ്സിലാക്കുക. ഭൂമുഖത്ത് സഞ്ചരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഞാൻ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ളതാണ്. ഈ വിധത്തിൽ ഭൂമിയിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ ചെയ്യാവുന്നതാണ്. ഒന്ന്, സ്പേഷ്യലായിട്ട് ഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ട് പിന്നിട്ട കാലത്തെ സമൂഹങ്ങളുടെ അതിക്രമങ്ങൾ കാരണമായി ഉണ്ടായ ദുരന്തങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടുകൊണ്ട് അവരുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായത്, ഏത് വിധത്തിലാണ്, എന്ത് കാരണത്താലാണ് എന്നതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു നിർദ്ദേശമാണ്. അതേപോലെ തന്നെ മനുഷ്യന്റെ ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്ര നടത്താനും കൂടിയുള്ളതാണ് ഈ നിർദ്ദേശം. കാരണം ഭൂമിയിൽ പിന്നിട്ട സമൂഹങ്ങളുടെ വിനാശങ്ങൾ, അവരെ ഏറ്റുവാങ്ങിയ പര്യവസാനം, അവയിൽ മിക്കതും തന്നെ ഭൂമുഖത്ത് യാത്ര ചെയ്തത് കൊണ്ട് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചോളണമെന്നില്ല. ഇന്ന് പലതിന്റെയും ആധാറുകൾ, പലതിന്റെയും അവശിഷ്ടങ്ങളും അടയാളങ്ങളും നാമമാത്രമായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ചരിത്ര സ്രോതസ്സുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെ കൂടി അതിനോട് ചേർത്ത് വെച്ച് വായിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ മനുഷ്യന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പോ സീറൂ ഫിൽ അർളി, ഖുൽ സീറൂ ഫിൽ അർളി, പ്രവാചകരെ അവരോട് പറയുക, സീറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, ഫൻദുറൂ, എന്നിട്ട് നിങ്ങൾ നോക്കി നിരീക്ഷിച്ച് കണ്ട് മനസ്സിലാക്കുക, കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ൽ, നേരത്തെ കഴിഞ്ഞു പോയ സമൂഹങ്ങള് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്ന പര്യവസാനം എങ്ങനെയായിരുന്നു, എന്ത് കാരണത്താലാണ് അവര് അത്തരം പര്യവസാനം ഏറ്റുവാങ്ങുകയുണ്ടായത്, തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ അത് നിരീക്ഷിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ്, കാന അക്സറുഹും മുശ്രിക്കീൻ, അങ്ങനെ ദുരന്തപൂർണമായ പര്യവസാനങ്ങൾ ഏറ്റുവാങ്ങിയ അധിക കൂട്ടരും ബഹുദൈവത്വത്തിന്റെ ആളുകളായിരുന്നു, അള്ളാഹുവിൽ പങ്കാളികളെ ചേർക്കുന്നവരായിരുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ദൈവിക ജീവിത ധർമ്മ വ്യവസ്ഥ കൈവിട്ടുകൊണ്ട് അള്ളാഹുവിനെ തന്നെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ തന്നെ തിരിച്ചറിയുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ അവൻ പഠിപ്പിക്കുന്ന ജീവിതക്രമം പാലിക്കുകയോ പിന്തുടരുകയോ ചെയ്യാതെ വഴിവിട്ട് ജീവിച്ച സമൂഹങ്ങളാണ് ഇവരിൽ അധിക പേരും അധിക വിഭാഗങ്ങളും എന്ന കാര്യമാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവികമായി മനുഷ്യ സമൂഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ ഭൂമുഖത്ത് സമാധാനം മാത്രമേ പുലരുള്ളൂ. വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും ഒക്കെ
സമാധാനവും ശാന്തിയും അനുഭവിക്കുന്നവരായിട്ടാണ് മാറുക. എന്നാൽ ഏകനായ റബ്ബിനെ തിരിച്ചറിയുന്നത് പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് പ്രപഞ്ച സംവിധാനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ചിരിക്കുന്ന ഏകനായ റബ്ബിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അനർഹരായ പലതിനെയും ദിവ്യത്വത്തിൽ പങ്കാളികളായി കണ്ടുകൊണ്ട് തെറ്റായ ജീവിത ദർശനവും തെറ്റായ ജീവിതക്രമവും പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് മനസ്സിലാവൂല ഭൂമുഖത്ത് വിനാശമുണ്ടാക്കുന്നത് അവരുടെ കൈകൾ പ്രവർത്തിച്ച കാരണമായിട്ടാണ് എന്നത്. അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. കപടമായ, അതുപോലെ തത്വദീക്ഷയില്ലാത്ത ദേശീയത ആളിക്കത്തിച്ചുകൊണ്ട് സമൂഹങ്ങൾക്ക്, രാഷ്ട്രങ്ങൾക്ക് ഇടയിലൊക്കെ വലിയ അഗ്നി പടർത്തുന്നത് നമ്മൾ പല ഘട്ടങ്ങളിലും ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഒക്കെ ചരിത്രം അങ്ങനെയൊക്കെ ഉള്ളതാണ്. സമകാലിക ലോകത്തും അത്തരം ഭ്രാന്ത് ബാധിച്ച ഭരണകൂടങ്ങളും നേതാക്കന്മാരും നമുക്ക് മുന്നിലുണ്ട്. മനുഷ്യരെ സഹോദരന്മാരായിട്ട് കാണാനുള്ള ദൈവികമായ ആജ്ഞാപനം, ദൈവികമായ കൽപ്പന, എല്ലാവരും തന്നെ ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ് എന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട്, സാഹോദര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സമൂഹങ്ങളായി നിലകൊള്ളാൻ പടച്ചു തമ്പുരാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ജീവിതക്രമവും വ്യവസ്ഥയും ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ തീർത്തും അടിസ്ഥാനരഹിതമായ, ബുദ്ധിരഹിതമായ പല ദർശനങ്ങളെയും വലിയ പ്രേരണയായി സ്വീകരിച്ചുകൊണ്ട് ഇടുങ്ങിയ അതിർവരമ്പുകളുടെ അകത്ത് മാത്രം പ്രതിഫലിക്കുന്ന കാരുണ്യവും സ്നേഹവും ആർദ്രതയും കൊണ്ടു നടക്കുന്ന ആളുകൾ ഭൂമുഖത്ത് വലിയ വിനാശം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടില് ഇതുപോലെയുള്ള ദേശീയതയുടെ കപടമായ, അടിസ്ഥാനരഹിതമായ ദർശനവുമായി രംഗത്ത് വന്ന ഒരു രാഷ്ട്ര നേതാവിന്റെ വഴിവിട്ട പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ് ഭീകരമായ ലോകയുദ്ധം അരങ്ങേറുകയുണ്ടായത്. വലിയ വിനാശം ലോകത്തുണ്ടായതും അത് കാരണമായിട്ടാണ്. ജപ്പാനിലെ 2 പട്ടണങ്ങള് അതിഭീകരമായ വിധത്തിൽ ആക്രമിക്കപ്പെട്ട, തലമുറകളോളം വിനാശം അവസാനിക്കാത്ത വിധത്തിൽ നിലനിൽക്കുന്ന, നിരന്തരമായി ദുരിതം മനുഷ്യന്റെ മക്കള് പേറേണ്ടി വന്ന അനുഭവങ്ങളൊക്കെ അതിന്റെ ഫലമായിട്ടുണ്ടായതാണ്. ആരായിരുന്നു ആ യുദ്ധത്തിന് കാരണക്കാരായിരുന്ന രാഷ്ട്ര നേതാവ് എന്നത് നമുക്കറിയാം. വലിയ ദേശീയതയുടെ, ദേശസ്നേഹത്തിന്റെ വളരെ ഉദാത്തമായ ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വികാരം കൊള്ളിച്ച് രംഗത്ത് വന്ന നേതാവായിരുന്നു അയാൾ. വലിയ പാഠം സമകാലിക സമൂഹങ്ങൾക്ക് അത്തരം ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. ഏകനായ റബ്ബിനെ മുഴുവൻ മനുഷ്യരുടെയും സ്രഷ്ടാവും റബ്ബുമായിട്ട് കാണാൻ മനുഷ്യന് കഴിയുമ്പോൾ മുഴുവൻ മനുഷ്യരെയും സഹോദരന്മാരും സഹോദരികളുമായിട്ട് കാണാൻ സാധിക്കും. ലോകത്തിന്റെ ഏത് ഭൂപ്രദേശത്ത് ജീവിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ള മനുഷ്യരായാലും അവരെ ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ട് കാണാനുള്ള മനസ്സിന്റെ വിശാലത ആർജിക്കാൻ സാധിക്കും. മറിച്ച് അബദ്ധ ആശയങ്ങളെ പിന്തുടരുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ ഈ ഇടുങ്ങിയ അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്ന ആ ഒരുതരം ഭ്രാന്തമായ ദേശീയതക്കപ്പുറത്തേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അവര് നിരന്തരം യുദ്ധങ്ങൾക്കുള്ള കോപ്പ് കൂട്ടുന്നതായിട്ട് കാണാം. നമ്മുടെ ശത്രുവായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്ന വിഭാഗം അല്ലെങ്കിൽ രാഷ്ട്രം, ആ രാഷ്ട്രവുമായിട്ട് സൗഹൃദത്തിലുള്ള ഒരു രാഷ്ട്രം നമ്മുടെ ശത്രുവാണ് എന്ന് പറയുന്ന വ്യഗ്രതയാണ് ഇപ്പോൾ ചില രാഷ്ട്ര നേതാക്കന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വിചിത്രമായിട്ട് തോന്നുന്നത്.
എങ്ങനെയാണ് പടർന്നു പിടിച്ച ലോകയുദ്ധങ്ങൾ ഉണ്ടായി വരുന്നത് എന്നതിന്റെ പ്രത്യക്ഷമായ ഒരു ലക്ഷണമാണത്. നമ്മൾ ഒന്നാമതായി ആരോടാണോ ശത്രുതയും വിരോധവും ഒക്കെ ഉണ്ടാക്കുന്നത് അതിന് തന്നെ വ്യക്തമായ തെളിവോ അന്വേഷണമോ നടന്നിട്ടില്ല, തെളിയിക്കപ്പെട്ടിട്ടുമില്ല. എന്നിട്ട് ആ രാജ്യത്തിന്റെ മേല് നമ്മൾ നടത്തുന്ന നടപടികൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, വസ്തുത നമുക്കറിയില്ല. അതിന്റെ പേരില് ആ രാജ്യവുമായി സൗഹൃദമുള്ള രാജ്യങ്ങള് നമ്മുടെ ശത്രുക്കളാണെന്ന് കണ്ടുകൊണ്ട് അവരോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകുമ്പോഴേക്ക് വിനാശം എത്ര വ്യാപകമായിട്ട് പല തലങ്ങളിലേക്കുമായിട്ട് പടർന്നു പിടിക്കുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടിസ്ഥാനപരമായി ഈ വിധത്തിലുള്ള ഭ്രാന്തൻ ദേശീയതയും അതുപോലെ യുദ്ധക്കൊതിയും അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കാത്ത ആളുകളെ സൃഷ്ടിക്കുന്നതാണ് എന്നതാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ അധിക കൂട്ടരും ബഹുദൈവത്വത്തിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാത്ത വിഭാഗങ്ങളായിരുന്നു എന്നതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്ന കാര്യം. കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. ആവശ്യമെങ്കിൽ പിന്നീട് തുടർന്നുള്ള സന്ദർഭങ്ങളിലും വിശദീകരിക്കാവുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് റൂമിലെ 41, 42 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.